നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഈ ചോദിക്കുന്നതൊക്കെ വളരെ കൂടുതലാണോ? ഈ ഒരു രീതിയിലുള്ള ചിന്ത ഒരു നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും വരും. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നിങ്ങൾക്ക് വേണ്ട സ്നേഹം, കെയർ, ടൈം, സപ്പോർട്ട് ഒന്നും തരില്ല. ഇവരെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവർ ഏതോ ഒരു സമയത്ത് കുറച്ചു നേരം നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നല്ല സ്നേഹമോ കെയറോ അഭിനയിച്ച് കൂട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ഇവർ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും. അപ്പൊ നിങ്ങൾ അവരോട് പറയാണ്, നീ എൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാലം കുറെ ആയില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും, ഞാൻ അന്ന് നിന്നോട് അത്രയും നേരം സംസാരിച്ചല്ലേ, പിന്നെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്തു തന്നാലും ഒരു ഉപകാരമില്ല. ഈ ഒരു രീതിയിലായിരിക്കും അവര് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീഡ് ഉണ്ട്, നിങ്ങൾക്കൊരു ആവശ്യമുണ്ട്, ഹെൽത്തി ആയിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇതും കൂടെ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ഒരു ആവശ്യം ചിന്തിച്ചതിന്, ചോദിച്ചതിന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഗിൽട്ട്, കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് അവർ നിങ്ങളെ മെന്റലി മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് അതൊരിക്കലും ചോദിച്ച് മേടിക്കേണ്ടതല്ല. എന്നിരുന്നിട്ടും നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഇതുപോലുള്ള ഒരു റെസ്പോണ്ടാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഒരു ഡിസ്കഷൻ, ഒരു ചാൻസേ ഇല്ല. ഈ ഒരു രീതിയിലൊക്കെ പോകുന്നത് കംപ്ലീറ്റ്ലി മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ല, ഇതുപോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് അവർക്കൊന്ന് അയച്ചു കൊടുക്കുക.